വിഷു ഒക്കെ കഴിഞ്ഞാലുണ്ടല്ലോ ദാ കണിവെള്ളരി കൊണ്ട് ഇതുപോലൊരു മോരുകൂട്ടൻ അത് നിർബന്ധം കേട്ടോ. കണിവെള്ളരി ദാ അതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കും കേട്ടോ. അതിനുശേഷം അരപ്പിനായിട്ട് ഞാൻ 2 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. ഇതേ സെയിം അളവിൽ തൈരും എടുക്കണം കേട്ടോ. അതും മിക്സിയിലിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ കട്ടകളൊക്കെ പോയി കിട്ടും. എന്നിട്ട് ആ മിക്സ് രണ്ടും വെന്ത് വന്നിരിക്കുന്ന വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ എപ്പോഴും കടുക് പൊട്ടിക്കുമ്പോൾ ഉള്ളി ചേർക്കാറുണ്ട് കേട്ടോ. കുറേ പേരും ഇത് അവോയ്ഡ് ചെയ്യാറുണ്ട്. എനിക്കെന്തോ ഉള്ളി ചേർക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ ഉള്ളിയും വേപ്പിലയും ഇടിച്ച മുളകും ഇട്ട് കൊടുത്തിട്ട് ഉള്ളിയിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് ഇതാ കൂട്ടാനിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കറി റെഡി ആയിട്ടോ. എനിക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ മോര് കൂട്ടാൻ ഉണ്ടാക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ട് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ തനിയെ തയ്യാറാക്കി തനിയെ കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവലാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക്